ഹലോ നമസ്കാരം. ബ്രാഡ്ലി കൂപ്പർ രചനയും സംവിധാനം നിർവഹിച്ച ഈസ് ദിസ് തിങ്ക് ഓൺ ഒരു ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇതൊരു ഫാമിലി ഡ്രാമ എന്ന് പറയാം. ഇതിൻ്റെ പ്ലോട്ട് നോക്കുമ്പോൾ മധ്യവയസ്കിലെത്തിയായിട്ടുള്ള അലക്സ് ടെസ് എന്നീ ദമ്പതികളുടെ തകർച്ചയുടെ വക്കിലെത്തിയ വിവാഹ ജീവിതത്തിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. 20 വർഷത്തെ ബന്ധത്തിന് ശേഷം വലിയ വഴക്കുകളോ അല്ലെങ്കിൽ ചീറ്റിങ്ങോ ഇല്ലാതെ തന്നെ അവർ മടുപ്പിലേക്ക് എത്തുകയും വേർപിരിയുവാൻ തീരുമാനിക്കുകയാണ്, പരസ്പരം സമ്മതത്തോടുകൂടി തന്നെ. ഈ വേർപിരിയൽ അലക്സിനെ ഒരു മിഡിൽ ലൈഫ് ക്രൈസിസിലേക്ക് നയിക്കുകയാണ്. ആ ഒരു സിറ്റുവേഷൻ നിൽക്കുമ്പോൾ അവിചാരിതമായി ന്യൂയോർക്കിലെ ഒരു കോമഡി ക്ലബ്ബിലെത്തുന്ന അദ്ദേഹം വെറും ഒരു $15 അദ്ദേഹം അതിനകത്തോട്ട് കയറേണ്ടതിന് പകരം ആ ഓപ്പൺ മൈക്ക് സ്റ്റേജിലേക്ക് വലിഞ്ഞു കയറുകയാണ്. ഓക്കെ, അങ്ങനെ അദ്ദേഹം ആ മൈക്കിന് മുമ്പിലൂടെ സ്റ്റാൻഡപ്പ് കോമഡിയനായിട്ട് മാറുകയാണ്. ആ സ്റ്റാൻഡപ്പ് കോമഡി സ്വന്തം ലൈഫിലെ വിവാഹ ജീവിതവും അതിനകത്തുള്ള ട്രാജഡി എല്ലാമൊക്കെ അദ്ദേഹം കോമഡി കലർത്തി അവിടെ പറഞ്ഞ് അദ്ദേഹം കൈയടി നേടുകയാണ്. ഇതാണ് ഇതിൻ്റെ പ്ലോട്ട്. ബ്രിട്ടീഷ് കോമഡിയനായിട്ടുള്ള ജോൺ ബിഷപ്പിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു സിനിമ വെർഷനാണ് ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജോൺ ബിഷപ്പിൻ്റെ ജീവിതം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ലൈഫ് വളരെ ട്രാജഡി നിറഞ്ഞതായിരുന്നു. വിവാഹബന്ധത്തെ തുടർന്ന് അദ്ദേഹം നേരിട്ട ഒരുപാട് പ്രശ്നങ്ങളും അതോടൊപ്പം അദ്ദേഹം ലാസ്റ്റിൽ ലോകമറിയപ്പെടുന്ന ഒരു സ്റ്റാൻഡപ്പ് കോമഡിയനായിട്ട് എത്തിയതും നമുക്കെല്ലാവർക്കും അറിയുന്ന കഥയാണ്. അതിൻ്റെ മറ്റൊരു പകർപ്പാണ് ഈ സിനിമ എന്ന് വേണമെങ്കിൽ പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാരണം ഇതിൽ തന്നെ എഴുതി കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ പെർഫോമൻസ് നോക്കുമ്പോൾ വിൽ അർണറ്റ്, സാധാരണയായി കോമഡി വേഷങ്ങളിൽ കാണാറുള്ള വിൽ അർണറ്റിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച ഡ്രാമാറ്റിക് പെർഫോമൻസ് തന്നെയാണ്. സങ്കടവും ഹാസ്യവും ഒരേപോലെ കൈകാര്യം ചെയ്യുന്നതിൽ അദ്ദേഹം നന്നായിട്ട് വിജയിച്ചിട്ടുണ്ട്. പിന്നെ ലോറ ഡോൺ, ബന്ധങ്ങൾ തകരുമ്പോഴും പക്വതയോടുകൂടി പെരുമാറുന്ന ഭാര്യയായി ലോറ മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്ന് തന്നെ പറയാം. പിന്നെ ബ്രാഡ്ലി കൂപ്പർ ഇതിൻ്റെ സംവിധായകൻ. ഇത് സംവിധാനത്തിന് പുറമെ അദ്ദേഹം ബോൾസ് എന്ന് പറയുന്ന രസകരമായ ഒരു വേഷത്തിൽ കൂപ്പർ എത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സംവിധാന ശൈലി വളരെ നാച്ചുറാലിറ്റി ഉള്ള ഒരു വെർട്ടിക്കൽ സ്റ്റൈലിൽ കഥാപാത്രങ്ങളോട് ചേർന്ന് നിൽക്കുന്നതാണ്. തൻ്റെ മുൻചിത്രങ്ങളായിട്ടുള്ള മെർസോ, എ സ്റ്റാർ ഓഫ് ബ്രോൺ എന്നിവയേക്കാൾ കൂടുതൽ വളരെ സിമ്പിളായിട്ട് കഥ പറയുന്ന അല്ലെങ്കിൽ സംവിധാനം ചെയ്യുന്ന ശൈലിയാണ് അദ്ദേഹം ഇതിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ ഒരു കീ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ സത്യസന്ധമായിട്ട് ഒരു വിവാഹമോചനത്തെ സിനിമാറ്റിക്കായ അല്ലെങ്കിൽ ഒരു ഡ്രാമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ സത്യസന്ധമായി സിനിമയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ ആ ഒരു ടോൺ തന്നെ വളരെ മികച്ചതായിട്ടാണ്. ചിരിക്കുമ്പോഴും നമ്മളെ കൊണ്ട് ഉള്ളിൽ ഒരു നോവാക്കി ബാക്കി വയ്ക്കാൻ വേണ്ടി സിനിമാറ്റിക് നന്നായിട്ട് തന്നെ സാധിക്കുന്നുണ്ട്. പിന്നെ ന്യൂയോർക്കിലെ രാത്രികാല ജീവിതത്തെയും ആ കോമഡി ക്ലബ്ബുകളിലെ സംസ്കാരവും വളരെ കൃത്യമായി സിനിമയിൽ കാണിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ കീ മൂമെൻറ്റ് എന്ന് പറയുമ്പോൾ അലക്സ് തൻ്റെ പഴയ വീടിന് പുറത്ത് കാറിലിരുന്ന് ജനാലയിൽ കൂടെ കുടുംബത്തെ നോക്കി നിൽക്കുന്ന ഹൃദ്യമായിട്ടുള്ള ഒരു രംഗം. അലക്സ് തൻ്റെ തമാശകൾ എഴുതി വച്ച ഡയറികൾ കണ്ടെത്തുകയും അവർ അച്ഛനെ ഓർത്ത് സങ്കടപ്പെടുകയും ചെയ്യുന്ന ആ ഒരു മൂമെൻ്റൊക്കെ വളരെയധികം ഹാർട്ട് ടച്ചിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ക്ലൈമാക്സിൽ മക്കളുടെ മ്യൂസിക് പരിപാടിയിൽ രണ്ടുപേരും ഒരുമിച്ച് വരുന്നതും കുട്ടികൾ ആ പാട്ട് പാടുന്നതും അത് വളരെ ഗംഭീരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് നോക്കുമ്പോൾ കഥാപാത്രങ്ങളുടെ വികാരങ്ങളെ ഒപ്പിയെടുക്കുന്നതിൽ മിക്ക ഷോട്ടുകളും വളരെ ക്ലോസപ്പ് ഷോട്ടുകളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പെർഫോമൻസ് നന്നായിട്ട് നമുക്ക് അടുത്തറിയാൻ സാധിക്കുന്നു. അവരുടെ കണ്ണിൽ പോലും തെളിയുന്ന സങ്കടവും ഇതൊക്കെ അവർ കോമഡി പറയുമ്പോഴും അവരുടെ ഉള്ളിൽ കിടക്കുന്ന ആ സങ്കടമൊക്കെ നല്ല രീതിയിലാണ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സാധാരണ ക്യാമറ, ഹാൻഡി ക്യാം പോലുള്ള ചെറിയ ക്യാമറകൾ ഉപയോഗിച്ചിട്ടാണ് ഈ സിനിമ സ്വാഭാവികമായിട്ടുള്ള പല പ്രകടനങ്ങളെയും കാഴ്ചകളെയും ഒക്കെ പകർത്തി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് നല്ല ഒരു സിനിമാറ്റിക് മൂഡ് ആ ഒരു ക്യാമറ വർക്കിലൂടെ നന്നായിട്ട് നമുക്ക് എത്തിക്കാൻ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ക്രിറ്റിസിസം നോക്കുമ്പോൾ സിനിമയുടെ രണ്ടാം പകുതിയിൽ അല്പം ഇഴച്ചൽ അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ
അതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് ഒന്ന് ചെറുതാക്കിയിരുന്നെങ്കിൽ ഒത്തിരി കൂടി നന്നാകുമായിരുന്നു. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സാമ്പത്തികമായിട്ടുള്ള ഒരു പശ്ചാത്തലം, കഥാപാത്രങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ലാത്തതിനാൽ തന്നെ ഇതൊരു റിച്ച് പീപ്പിൾ പ്രോബ്ലംസ് ആയിട്ട് ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷേ അത് സാധാരണക്കാരിലും ഇത് നടക്കുന്നുണ്ട്. പിന്നെ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് വേണ്ടത്ര ഒരു പ്രാതിനിധ്യം ലഭിച്ചില്ല. അലക്സിന്റെ സുഹൃത്തുക്കൾക്ക് അമ്മയ്ക്കും സിനിമയിൽ അർഹിക്കുന്ന ഒരു സ്ഥാനം ലഭിച്ചിട്ടില്ല എന്നുള്ള ഒരു ഇതുമുണ്ട്. പിന്നെ ഒരു തകർന്ന ജീവിതങ്ങളെയും ബന്ധങ്ങളെയും എങ്ങനെ പ്രത്യാശയോടെ നേരിടാം എന്ന് കാണിച്ചു തരുന്ന ഒരു മികച്ച ഒരു ഫാമിലി ചിത്രമാണ്. വിൽ ആർനെറ്റിന്റെ അഭിനയവും കൂപ്പറിന്റെ സംവിധാനവും സിനിമയെ വളരെ ഗംഭീരമാക്കുന്നുണ്ട്. അപ്പോൾ ഈസ് ദീസ് തിങ്സ് ഓൺ വളരെ ഒരു ബെസ്റ്റ് ഫീലിംഗ് നൽകാൻ, പ്രത്യേകിച്ച് ഫാമിലിക്ക് നല്ലൊരു ഫീല് നൽകുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. താങ്ക് യു.